ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ 9th ചാപ്റ്റർ ആയിട്ടുള്ള പ്രോസസ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ആയിട്ട് നമ്മൾ കുറച്ച് കോസ്റ്റിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. യൂണിറ്റ് കോസ്റ്റിംഗ് ഡിസ്കസ് ചെയ്തായിരുന്നു, ദെൻ ജോബ് കോസ്റ്റിംഗ് ഡിസ്കസ് ചെയ്തു, കോൺട്രാക്ട് കോസ്റ്റിംഗ്, ഇങ്ങനെ 3 കോസ്റ്റിംഗ് മെത്തേഡ്സ് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഇനി ഒരു അനദർ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് എന്ത്, പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ് പ്രോസസ്സ് എന്ന് നമുക്കറിയാലോ. ഒന്ന് കഴിഞ്ഞ് ഓരോ സ്റ്റേജ് വൈസ് ഒരു സംഭവം ചെയ്യുന്ന അതിനെയാണ് നമ്മൾ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊസീജിയർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു കോസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ എന്താണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് നോക്കാം. പ്രോസസ് കോസ്റ്റിംഗ് ഈസ് വൺ ഓഫ് ദ ബേസിക് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. എന്താണ് കോസ്റ്റിങ്ങിൻ്റെ ഒരു ബേസിക് മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദോസ് ഇൻഡസ്ട്രീസ് വേർ എ പ്രൊഡക്റ്റ് പാസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് മാനുഫാക്ചർ ബിഫോർ ഇറ്റ് ബിക്കം എ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ്, അത് നമ്മൾ പല സ്റ്റേജിലൂടെ പാസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറുള്ളൂ, അല്ലേ, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഡിഫറെൻറ്റ് സ്റ്റേജിലൂടെ പാസ് ചെയ്യുകയാണ് അതിൻ്റെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവുന്നത് വരെ. ആ ഒരു സ്റ്റേജിൽ, അതായത് ഇപ്പം ഒരു പ്രൊഡക്റ്റ് വാങ്ങുക, അതായത് ആദ്യം തന്നെ ആ പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് എന്താണ്, റോ മെറ്റീരിയലാണ്. ആ റോ മെറ്റീരിയൽ വാങ്ങുന്നത് തൊട്ട് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നത് വരെ അതിൻ്റെ കോസ്റ്റ്, അത് ഓരോ സ്റ്റേജിലും അതിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രോസസ് കോസ്റ്റിംഗ് ഇസ് ദ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വിച്ച് ഇസ് യൂസ്ഡ് ടു അസർട്ടൈൻ ദ കോസ്റ്റ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ. ഓരോ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിലും നമ്മൾ അതിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റോ മെറ്റീരിയൽ വാങ്ങുന്നു, അവിടെ നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ കോസ്റ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നു. ദെൻ ആ റോ മെറ്റീരിയൽ മാറി പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ സെമി ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് മാറ്റിയാൽ ആ ഒരു ഏരിയയിലുള്ള, അതായത് ആ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആവുന്നവരെ എത്ര പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നു, ആ ഓരോ സ്റ്റേജിൻ്റെയും കോസ്റ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നുണ്ട് ഈ ഒരു കോസ്റ്റിങ്ങിൽ. ഈ ഒരു മെത്തേഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നോക്കാം. Process costing refers to costing operations or process involved in converting the raw material into finished goods. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, അതിനെ റോ മെറ്റീരിയൽ നിന്നും ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നവരെ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഓരോ സ്റ്റേജിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക. ഇൻ ഷോർട്ട്, അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓർ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഇസ് കോൾഡ് പ്രോസസ് കോസ്റ്റിംഗ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് പ്രോസസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് ഡിറ്റർമൈൻഡ്. അതായത് ഇപ്പം നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് ഇപ്പം ഓരോ സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, ഇങ്ങനെ ഇത്രയും സ്റ്റേജുകൾ കഴിഞ്ഞിട്ട് അവസാനത്തെ സ്റ്റേജാണ് ഈ ഫോർത്ത് സ്റ്റേജ് എന്ന് വിചാരിക്കാം. ആ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആവുന്ന സ്റ്റേജാണ് ഈ ഫോർത്ത് സ്റ്റേജ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഒരു സ്റ്റേജിൽ എന്ത് ചെയ്യണം, അതാണ് എൻഡ് ഓഫ് ദ ഈച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓരോ സ്റ്റേജിൻ്റെയും ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൻ്റെ അവസാനം, ആ പ്രോസസ്സിൻ്റെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് പെർ യൂണിറ്റ് ഡിറ്റർമൈൻ ചെയ്യണം. ഓക്കെ, കോസ്റ്റ് പെർ യൂണിറ്റ് ഡിറ്റർമൈൻ ചെയ്യണം. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുക എന്ന്. എങ്ങനെയാണ്, ഡിവൈഡിങ് ദ ടോട്ടൽ കോസ്റ്റ് ബൈ ദ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ഈച്ച് സ്റ്റേജ്. ഓരോ സ്റ്റേജിലും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള യൂണിറ്റിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ കോസ്റ്റിനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കോസ്റ്റിങ്ങിനെ എന്ത് പറയാം, ആവറേജ് കോസ്റ്റിംഗ് എന്നും പറയാം. ദെൻ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എ കണ്ടിന്യൂസ് കോസ്റ്റിംഗ് ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ. കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ നടക്കുന്ന ഏരിയാസിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുള്ളൂ. അല്ലാതെ ഒറ്റ സ്റ്റേജ് കൊണ്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന ആ മാനുഫാക്ചറിങ് ഏരിയാസിലൊന്നും നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യില്ല. ഇത് സ്റ്റേജ് ബൈ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു വർക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഏരിയ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു പ്രോസസ് കോസ്റ്റിംഗ് എന്ത് ചെയ്യുള്ളൂ, ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ പ്രോസസ് കോസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോവുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഇൻ ഇൻഡസ്ട്രീസ് വേർ ദ പ്രൊഡക്ഷൻ ഇസ് കണ്ടിന്യൂസ്. പറഞ്ഞ പോലെ എവിടെയാണോ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ വരുന്നത്, ഏത് ഇൻഡസ്ട്രീസിലാണോ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ വരുന്നത്, ആ ഒരു ഏരിയയിൽ മാത്രമേ ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ, പറ്റുള്ളൂ. ഓക്കെ. ദെൻ സെക്കൻഡ്, പ്രൊഡക്റ്റ് പാസസ് ത്രൂ 2 or more distinct പ്രോസസ് ഓഫ് കംപ്ലീഷൻ. അതായത് എന്താണ്, ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ കംപ്ലീഷൻ എത്തുന്നവരെ, അതായത് ഫിനിഷ്ഡ് ആവണത് വരെ അതിൻ്റെ ഇടയിൽ 2 അതിൽ കൂടുതലോ പ്രോസസ്സിലൂടെ പാസ് ചെയ്യണം. ഓക്കെ. എന്നാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെയുള്ള ഏരിയാസിലായിരിക്കും പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുക. ആൻഡ് ഈച്ച് പ്രോസസ് ഈസ് എ കോസ്റ്റ് യൂണിറ്റ്. ഓരോ പ്രോസസ്സിനെയും നമ്മൾ ഓരോ കോസ്റ്റ് യൂണിറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യും. ഓക്കെ. ഇനി മൂന്നാമത്തേത്, പ്രൊഡക്റ്റ് ആർ സ്റ്റാൻഡർഡൈസ്ഡ് ആൻഡ് ഹൊമോജീനിയസ്. പ്രൊഡക്റ്റ് എന്തായിരിക്കും? സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കും. ഹൊമോജീനിയസ് മീൻസ് എന്താ, ഒരേപോലെയുള്ള പ്രൊഡക്റ്റുകളായിരിക്കും ഉണ്ടാവുക. ഓക്കെ. ദെൻ നാലാമത്തേത്, പ്രൊഡക്റ്റ് ആർ നോട്ട് ഡിസ്റ്റിങ്വിഷബിൾ ഇൻ പ്രോസസ്സിംഗ് സ്റ്റേജ്. ഓരോ പ്രോസസ്സിംഗ് സ്റ്റേജിൽ ഈ പ്രൊഡക്റ്റിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിസ്റ്റിങ്വിഷബിൾ അല്ല, അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ദെൻ നെക്സ്റ്റ്, ഫോർ ഈച്ച് പ്രോസസ് എ സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് 2, 3, 4 പ്രോസസ്സ് ഉണ്ടെങ്കിൽ ആ 4 പ്രോസസ്സിനും ഓരോ സെപ്പറേറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും, മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ. ദ കോസ്റ്റ് ഇസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പ്രോസസ് ടു അനദർ പ്രോസസ് അലോങ് വിത്ത് ഇറ്റ്സ് ഔട്ട്പുട്ട്. അതായത് ഫസ്റ്റ് പ്രോസസ്സിലെ കോസ്റ്റ് എന്ത് ചെയ്യും, രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് അതിൻ്റെ ഔട്ട്പുട്ടോട് കൂടിയിട്ട് എന്ത് ചെയ്യും, അതിനെ രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആണെന്ത്, ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഓഫ് വൺ പ്രോസസ് ബിക്കം ദ റോ മെറ്റീരിയൽ ഓഫ് ദി സബ്സീക്വൻറ്റ് പ്രോസസ്. ഓക്കെ. എങ്ങനെയാണ്, ആദ്യത്തെ പ്രോസസ്സിൽ ഉണ്ടാവുന്ന ഔട്ട്പുട്ട്. ഓക്കെ. ഇപ്പം മെയിനായിട്ടും എന്താണോ ഉണ്ടാക്കുന്നത് അതാണ് നമ്മുടെ മെയിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതിനു വേണ്ടി ഫസ്റ്റ് പ്രോസസ്സിൽ നമ്മളൊരു സംഭവം ചെയ്യും, അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, ആ മെയിൻ ഔട്ട്പുട്ട് കിട്ടുന്നതിൻ്റെ രണ്ടാമത്തെ പ്രോസസ്സിൻ്റെ ഇൻപുട്ടായിട്ടാണ് നമ്മളതിനെ, ഇൻപുട്ട് മീൻസ് റോ മെറ്റീരിയൽ ആയിട്ടാണ് നമ്മളതിനെ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ദ ഔട്ട്പുട്ട് ഓഫ് ദ ലാസ്റ്റ് പ്രോസസ് ഇസ് ട്രാൻസ്ഫർ ടു ദ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്. ഓക്കെ. അവസാനം ആ പ്രൊഡക്റ്റിൻ്റെ ലാസ്റ്റ് പ്രോസസ്സിൽ ഉണ്ടാവുന്ന ഔട്ട്പുട്ട് നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്നാണ് പറയുക. അതിനെ നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ. ഇനി എട്ടാമത്തേത്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ് ആർ കളക്റ്റഡ് ഫോർ ഈച്ച് പ്രോസസ് ആൻഡ് ചാർജ്ഡ് അക്കോർഡിംഗ്ലി. ഓരോ പ്രോസസ്സിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് കോസ്റ്റ് കളക്ട് ചെയ്യും, അത് അതിനനുസരിച്ച് ചാർജ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രത്യേകതകളാണ് എന്തിനുള്ളത്, പ്രോസസ് കോസ്റ്റിങ്ങിന് ഉള്ളത്. ഇനി പറയുന്നത് എന്താണ്, ആപ്ലിക്കേഷൻസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. പ്രോസസ് കോസ്റ്റിംഗ് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഏരിയാസ് ആണ് പറഞ്ഞത്. ജസ്റ്റ് വായിച്ച് നോക്കാനുള്ളൂ. എന്താണ്, വേർ ദ പ്രൊഡക്ഷൻ ഈസ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്ഷൻ എവിടെയാണോ ഉള്ളത് അവിടെ പ്രോസസ് കോസ്റ്റിംഗ് അപ്ലിക്കബിൾ ആയിരിക്കും. ദെൻ വേർ ദ പ്രൊഡക്ഷൻ ഇസ് കണ്ടിന്യൂസ് ആൻഡ് അണ്ടർടേക്കൺ ഓൺ എ ലാർജ് സ്കെയിൽ. കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഉള്ളിടത്താണ് പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോയിന്റ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒന്ന് വേറെ രീതിയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വെൻ ദ ഔട്ട്പുട്ട് വൺ പ്രോസസ് ബിക്കം ദ ഇൻപുട്ട് ഓഫ് ദി നെക്സ്റ്റ് പ്രോസസ്. ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ഏരിയാസിലാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതായത് നോക്കുക, പ്രോസസ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഇൻ മെനി ഇൻഡസ്ട്രീസ് ലൈക്ക് പേപ്പർ മിൽസ്. പേപ്പർ മിൽസിലാണെങ്കിൽ നമ്മളെ ബാമ്പു ആണ് അതിൻ്റെ ഫസ്റ്റ് ഔട്ട്പുട്ട് എന്ന് ഇൻപുട്ട് എന്ന് പറയുന്നത്. അതായത് റോ മെറ്റീരിയൽ ആയിട്ട് ബാമ്പു, അതിനെ നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റേജിലൂടെ പ്രോസസ്സ് മാനുഫാക്ചർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവസാനം അത് പേപ്പറായിട്ട് മാറുന്നത്. അപ്പോൾ പേപ്പർ എന്ന് പറയുന്നത് എന്താണ്, പേപ്പർ മിൽസിൽ യൂസ് ചെയ്യും. ഓയിൽ റിഫൈനിങ്സ്, ഷുഗർ ഇൻഡസ്ട്രീസ്, സോപ്പ് ഇൻഡസ്ട്രി, റബ്ബർ ഇൻഡസ്ട്രി, കെമിക്കൽ ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, പ്രോസസ് കോസ്റ്റിംഗ് ആണ്. ഓക്കെ. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് കോസ്റ്റിംഗ് ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. ഇത് ഡിഫറൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞതിൽ കോൺട്രാക്ട് കോസ്റ്റിങ്ങും ജോബ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കുന്നത് ജോബ് കോസ്റ്റിങ്ങും പ്രോസസ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ജോബ് കോസ്റ്റിങ്ങിൽ നോക്കുക, ഫസ്റ്റത്തത് പ്രൊഡക്ഷൻ ഇസ് എഗെയിൻസ്റ്റ് ദ കസ്റ്റമേഴ്സ് സ്പെസിഫിക് ഓർഡർ. ജോബ് കോസ്റ്റിങ്ങിൽ എപ്പോഴും നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഓർഡറിനനുസരിച്ചായിരിക്കും പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോസസ് കോസ്റ്റിങ്ങിലോ പ്രൊഡക്ഷൻ ഇസ് കണ്ടിന്യൂസ് ആണ്. ഇവിടെ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ദെൻ പ്രൊഡക്ഷൻ ഇസ് നോട്ട് ഫോർ സ്റ്റോക്ക്.
സ്റ്റോക്കിന് വേണ്ടിയിട്ടല്ല ജോബ് കോസ്റ്റിംഗ് ചെയ്യുന്നത്. അതായത് നമുക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല അവിടെ. ഇവിടെ കസ്റ്റമർ എപ്പോഴാണോ ഓർഡർ ചെയ്യുന്നത് അതിനനുസരിച്ച് ഉണ്ടാക്കും. പക്ഷേ പ്രോസസ് കോസ്റ്റിംഗ് അങ്ങനെയല്ല. പ്രൊഡക്ഷൻ ഇസ് ഫോർ സ്റ്റോക്കാണ്. അവിടെ സ്റ്റോക്കാക്കി, അതായത് അവരുണ്ടാക്കുന്ന സംഭവങ്ങൾ അവരെന്ത് ചെയ്യുന്നു, അത് ഉണ്ടാക്കി സ്റ്റോക്കായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഈച്ച് ജോബ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം അതർ. ഓരോ ജോബും മറ്റ് ജോബിൽ നിന്ന് എന്താണ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ പ്രോസസ് കോസ്റ്റിങ്ങിൽ ഓൾ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ആർ ഹോമോജീനിയസ്. എല്ലാം എന്താണ്, ഒരേപോലെ ഉള്ളതാണ്. ഇപ്പോൾ സോപ്പിൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, പേപ്പറിൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, പേപ്പർ എന്ന് പറയുന്നത് അവർ എല്ലാം ഒരേപോലെയുള്ള പേപ്പേഴ്സ് ആയിരിക്കും ഉണ്ടാക്കുക. സോപ്പ് ഒരേപോലെയുള്ള സോപ്പുകളായിരിക്കും ഉണ്ടാക്കുക. ഓക്കെ, ദെൻ ദർ ഇസ് നോ റെഗുലർ ട്രാൻസ്ഫർ ഓഫ് കോസ്റ്റ് ഫ്രം വൺ ജോബ് ടു അനദർ. ഇവിടെ എന്ത് ചെയ്യേണ്ട, കോസ്റ്റ് ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എന്താണ്, ദർ ഈസ് ഓൾവേസ് ട്രാൻസ്ഫർ ഓഫ് കോസ്റ്റ് ഓഫ് വൺ പ്രോസസ് ടു സബ്സീക്വൻറ്റ് പ്രോസസ്. ഒരു പ്രോസസ്സിൻ്റെ കോസ്റ്റ് മറ്റേ പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യണം, അത് ട്രാൻസ്ഫർ ചെയ്യണം. കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ഫോർ ഈച്ച് ജോബ്. ഓരോ ജോബിൻ്റെ മുകളിലാണ് കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യണത്. പക്ഷേ പ്രോസസ് കോസ്റ്റിങ്ങിൽ കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ഫോർ ഈച്ച് പ്രോസസ് ഫോർ എ പീരീഡ്. ഓരോ പീരീഡിലെയും പ്രോസസ്സിൻ്റെ മുകളിലാണ്, ഓരോ പ്രോസസ്സിൻ്റെ മുകളിലായിരിക്കും ഇവിടെ കോസ്റ്റ് എന്ത് ചെയ്യുന്നത്, അക്യുമുലേറ്റ് ചെയ്യുന്നത്. ദെൻ വർക്കിംഗ് പ്രോഗ്രസ് മേ ഓർ മേ നോട്ട് ബി എക്സിറ്റ്. വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ദെൻ പ്രോസസ് കോസ്റ്റിങ്ങിൽ അങ്ങനെയല്ല, വർക്കിംഗ് പ്രോഗ്രസ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ദെൻ ജോബ് കോസ്റ്റിങ്ങിൽ കോസ്റ്റ് ഇസ് അസർട്ടൈൻ വെൻ ജോബ് ഇസ് കംപ്ലീറ്റ്. എപ്പോഴാണ് ജോബ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ജോബ് കോസ്റ്റിങ്ങിൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്. പ്രോസസ് കോസ്റ്റിങ്ങിൽ കോസ്റ്റ് ഇസ് അസർട്ടൈൻ ദ എൻഡ് ഓഫ് ദ കോസ്റ്റ് പീരീഡ്. ആ കോസ്റ്റ് പീരീഡിൻ്റെ എൻഡിലായിരിക്കും പ്രോസസ് കോസ്റ്റിങ്ങിൽ കോസ്റ്റ് എന്ത് ചെയ്യുന്നത്, അസർട്ടൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് എന്ത്, ജോബ് കോസ്റ്റിങ്ങും പ്രോസസ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ്. ദ കോസ്റ്റ് ഓഫ് ഈച്ച് പ്രോസസ് ക്യാൻ ബി ഈസിലി കമ്പ്യൂട്ടഡ്. ഓരോ പ്രോസസ്സിൻ്റെയും കോസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ പ്രൊഡക്റ്റ് ആർ ഹോമോജീനിയസ്. പ്രൊഡക്റ്റുകൾ എന്താണ്, ഒരേപോലെയുള്ളതാണ്. ഹെൻസ് ഇറ്റ് ഈസ് ഈസി ടു കമ്പ്യൂട്ട് ദ ആവറേജ് കോസ്റ്റ്. അതായത് ആവറേജ് കോസ്റ്റ് അല്ലെങ്കിൽ പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, എന്ത്, ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട്. ദെൻ ഇറ്റ് ഈസ് പോസിബിൾ ടു അസർട്ടൈൻ ദ കോസ്റ്റ് പീരിയോഡിക്കലി അറ്റ് ഷോർട്ട് ഇൻ്റർവെൽസ്. ചെറിയ ചെറിയ ഇൻ്റർവെൽസിൽ, അതായത് പീരിയോഡിക്കലി നമുക്ക് ആ ഇൻ്റർവെൽ അതായത് എന്താണ്, ലോങ് ടൈമിലോട്ട് എടുക്കാതെ ചെറിയ കാലയളവിൽ തന്നെ നമുക്ക് കോസ്റ്റുകൾ അസർട്ടൈൻ ചെയ്യാൻ പറ്റും. പോസിബിളാണ് അങ്ങനെ അസർട്ടൈൻ ചെയ്യാൻ. ദെൻ ദ അക്കൗണ്ടിങ് സിസ്റ്റം ഇസ് സിമിലർ ആൻഡ് ലെസ് എക്സ്പെൻസീവ് കമ്പയർ ടു ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അക്കൗണ്ടിങ് സിസ്റ്റം സിമ്പിളുമാണ്, അതേപോലെ ചിലവ് കുറഞ്ഞതുമാണ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു മെഷർ ദ എഫിഷ്യൻസി ഓഫ് ദി ഈച്ച് പ്രോസസ്. ഓരോ പ്രോസസ്സിൻ്റെയും എഫിഷ്യൻസി മെഷർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു എക്സസൈസ് ഇഫക്റ്റീവ് കൺട്രോൾ ഓവർ പ്രൊഡക്ഷൻ്റെ മുകളിൽ ഒരു എന്താണ് ഇഫക്റ്റീവ് കൺട്രോൾ കൊണ്ടുവരാനും ഈ ഒരു പ്രോസസ് കോസ്റ്റിങ്ങിലൂടെ കഴിയും. ഓക്കെ, അപ്പോൾ ഇത് കൂടുതൽ നിങ്ങൾക്ക് ക്ലിയർ ആവണമെങ്കിൽ നമ്മളെ പ്രോബ്ലം എടുത്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് ക്ലിയർ ചെയ്യുക. ഇതിൻ്റെ തിയറിറ്റിക്കൽ ഏരിയാസ് ആണ്, അപ്പം ഇത് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. ഏതിനും ഒരു പോണും ഒരു കോഴ്സും ഉണ്ടാവും. അപ്പം നോക്കാം. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു വാല്യൂ വർക്കിംഗ് പ്രോഗ്രസ്. ഓക്കെ, വർക്കിംഗ് പ്രോഗ്രസ് വാല്യൂ ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൾട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു വാല്യൂ ലോസസ്, വേസ്റ്റ് ആൻഡ് സ്ക്രാപ്സ്. ഇതിൽ പെട്ടെന്ന് തന്നെ വാല്യൂ ചെയ്യാൻ പറ്റില്ല. ലോസ് വാല്യൂ ചെയ്യാനും അതേപോലെ വേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് വാല്യൂ ചെയ്യാനും സ്ക്രാപ്പുകൾ എത്രത്തോളം വരുന്നു എന്ന് വാല്യൂ ചെയ്യുക എന്നുള്ളത് ഈസി ആയിട്ട് പെട്ടെന്ന് കഴിയില്ല. അതിനനുസരിച്ച് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു അപ്രോഷൻ ദ ടോട്ടൽ കോസ്റ്റ് എമംഗ് ജോയിൻറ്റ് പ്രൊഡക്ട്സ് ആൻഡ് ബൈ പ്രൊഡക്ട്സ്. ഈ ജോയിൻറ്റ് പ്രൊഡക്ട്സും ബൈ പ്രൊഡക്ട്സും എന്താണെന്ന് നമുക്ക് പഠിക്കാം. അപ്പം ഇങ്ങനെ ജോയിൻറ്റ് പ്രൊഡക്ട്സിലും ബൈ പ്രൊഡക്ട്സിലേക്കും ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് അപ്പോഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതും ഡിഫിക്കൾട്ടാണ്. ദെൻ പ്രോസസ് കോസ്റ്റ് ആർ ഓൺലി ആവറേജ് കോസ്റ്റ്, ദർ ആർ നോട്ട് ആക്യുറേറ്റ് കോസ്റ്റ് അല്ല. ഓക്കെ, ആക്യുറേറ്റ് ആയിട്ടല്ല ആവറേജ് കോസ്റ്റ് മാത്രമാണിത്. പ്രോസസ് കോസ്റ്റ് ആർ ഓൺലി ഹിസ്റ്റോറിക്കൽ, ദർ ആർ നോട്ട് മച്ച് യൂസ് ഫോർ ഇഫക്റ്റീവ് കൺട്രോൾ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റാണ്, അതുകൊണ്ട് തന്നെ ഇഫക്റ്റീവ് കൺട്രോളിന് വേണ്ടി കൂടുതലായിട്ട് നമുക്കതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ വെൻ മോർ ദാൻ വൺ പ്രൊഡക്റ്റ് ഇസ് പ്രൊഡ്യൂസ്, കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് ബിക്കം ഡിഫിക്കൾട്ട്. ഒന്നിൽ കൂടുതൽ നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൾട്ടായിരിക്കും.
അപ്പോൾ ഇത്രയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രോസസ് കോസ്റ്റിങ്ങും അതേപോലെ അഡ്വാൻറ്റേജസ് ഓഫ് പ്രോസസ് കോസ്റ്റിങ്ങും ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ വീഡിയോയിൽ ഇനി ലാസ്റ്റ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് പ്രോസസ് കോസ്റ്റിംഗ് ചെയ്യുക എന്നുള്ള, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് ഓർ പ്രൊസീജിയർ ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. തിയറിറ്റിക്കൽ ഏരിയയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒന്നാണ്. അപ്പോൾ നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് സെപ്പറേറ്റ് പ്രോസസ് അക്കൗണ്ട് ഇസ് ഓപ്പൺ ഫോർ ഈച്ച് പ്രോസസ്സ്. ഇപ്പം 4-5 പ്രോസസ്സ് സ്റ്റേജിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന് ഓരോ സ്റ്റേജിലും അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിനും ഓരോ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ബിസൈഡ്സ് പെർട്ടിക്കുലർ കോളം 2 columns are provided on both side of പ്രോസസ് അക്കൗണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾക്ക് ഒരു കോളംനാർ ഫോമിലായിരിക്കും പ്രോസസ് അക്കൗണ്ട് ഉണ്ടാവുക. ഒരു പെർട്ടിക്കുലർ കോളത്തിന് 2 എമൗണ്ട് കോളം ഉണ്ടാവും. അതിൽ ഒന്ന് യൂണിറ്റ് കോളവും ഒന്ന് എന്തായിരിക്കും, എമൗണ്ട് കോളവും ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഫോം ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് വീഡിയോയിൽ അത് കാണുന്നതായിരിക്കും. ദെൻ തേർഡ്, ഓൾ ദ എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ് ഇൻ ദ റെസ്പെക്റ്റീവ് പ്രോസസ് അക്കൗണ്ട്. എല്ലാ എക്സ്പെൻസസും ഡെബിറ്റാണ് ചെയ്യേണ്ടത്. പ്രോസസ് അക്കൗണ്ടിൽ എല്ലാ എക്സ്പെൻസസും ഡെബിറ്റ് ചെയ്യണം. ദെൻ വേസ്റ്റേജസ്, സ്ക്രാപ്പ്, സെയിൽ ഓഫ് സ്ക്രാപ്പ്, ബൈ പ്രോഡക്ട്സ് എക്സെട്ര ആർ റെക്കോർഡഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പ്രോസസ് അക്കൗണ്ട്. വേസ്റ്റേജ്, സ്ക്രാപ്പിൻ്റെ സെയില്, ബൈ പ്രോഡക്ട്സിൻ്റെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരികയാണെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടത് പ്രോസസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കണം. ഓക്കെ, then the difference between the debit side and credit side show the cost of production and output of the particular process will be transferred to the next process. അതായത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് പറയുക. ഓക്കെ, ആൻഡ് ഔട്ട്പുട്ട്, ആ ഒരു പ്രോസസ്സിലെ ഔട്ട്പുട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത പ്രോസസ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. Then the cost per unit in every process is calculated by dividing the net cost by output. നെറ്റ് കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എല്ലാ പ്രോസസ്സിലും നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ദ ഔട്ട്പുട്ട് ഓഫ് ദ ലാസ്റ്റ് പ്രോസസ്സ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ലാസ്റ്റ് പ്രോസസ് ഇൻകംപ്ലീറ്റ് യൂണിറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് പീരീഡ് ഈസ് എവറി പ്രോസസ് ഇസ് കൺവേർട്ടഡ് ഇൻ ടേംസ് ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ്. എല്ലാ പീരീഡിൻ്റെ അവസാനം ഉണ്ടാവുന്ന ഇൻകംപ്ലീറ്റ് യൂണിറ്റ് ഉണ്ടാവും, അതിനെ നമ്മൾ കംപ്ലീറ്റഡ് യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു പ്രോസസ് കോസ്റ്റിംഗ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പം പാലിക്കേണ്ട പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, പ്രോസസ് കോസ്റ്റിംഗ് എന്താണെന്നും അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഇങ്ങനെയുള്ള ബേസിക് ഏരിയാസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കതിൻ്റെ എങ്ങനെയാണ് ഒരു പ്രോസസ് അക്കൗണ്ട് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, താങ്ക് യു.